സർ, കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ ചില പ്രസംഗത്തിലെ ചില വരികളിൽ ചില വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇപ്പം ട്രാൻസ്പോർട്ട് ബസ്സിൽ, പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ, അതുകൊണ്ട് പക്ഷേ അതിനകത്ത് ഒരുപാട് സ്ത്രീകൾ തള്ളിക്കയറുന്നു. പക്ഷെ ഇവരുടെയൊക്കെ മക്കളെ കൊണ്ടുപോയി സ്വകാര്യ സ്കൂളിലും ചേർക്കുകയാണ്. അതുകൊണ്ട് തന്നെ KSRTCക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാവുന്നത്. പക്ഷെ അദ്ദേഹം അതൊരു കാഷ്വലായിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ അതിപ്പം വലിയൊരു വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. എന്താണ് സാർ അതിന്റെ കൂടുതൽ വസ്തുത? ഈ സൗജന്യം അങ്ങോട്ട് ചെന്ന് ചോദിച്ചതല്ലല്ലോ. അതെ. പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇവിടെ കേരളത്തിലെ KSRTCയുടെ സ്ഥിതി എന്താണ് എന്ന് പോലും അന്വേഷിക്കാതെ, കാര്യം നേരാവണ്ണം മനസ്സിലാക്കാതെ, അധികാരം ഇത്തവണയും കിട്ടാതെ പോകുമോ എന്ന് ഭയന്ന് കയറി അങ്ങ് പ്രഖ്യാപിച്ചതാണ് ഈ സൗജന്യം. ഇവിടെ ഈ സൗജന്യം അനുഭവിക്കുന്നവർ പോലും അന്നേരം നടുങ്ങിപ്പോയി. മറ്റേതെങ്കിലും വകുപ്പിൽ സൗജന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. KSRTC പണ്ടേ ദുർബല എന്ന് പറഞ്ഞതുപോലെയാണ്. അതെല്ലാവരും ഭയന്നു പോയി എന്നുള്ളതാണ്. ഒരുവിധപ്പെട്ടവർ പറയുകയും ചെയ്തു, KSRTCയെ പൂട്ടിക്കെട്ടും എന്നുള്ള അവസ്ഥയില്ലേ. അപ്പൊ സൗജന്യം അങ്ങോട്ട് പോയി ചോദിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ചു കൊടുത്തതാണ്. കോളേജ് കുട്ടികൾക്കൊക്കെ 1000 രൂപ വെച്ച് കൊടുക്കുന്നു. പിന്നെ സംരംഭകർക്ക് വായ്പ, അതൊക്കെ നല്ല കാര്യമാണ്. ഇത് പിന്നെ അങ്ങോട്ട് വിളിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, പാവപ്പെട്ട ഒരു സ്ത്രീകളല്ല കയറുന്നത്. ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം ആയതുകൊണ്ട് എല്ലാവരും കയറുകയാണ്, ടൂർ വരെ പോവാണ്. അതിപ്പോഴേ ഓസിന് കൊടുത്ത ആസിഡും വാങ്ങിക്കും. അങ്ങനൊരു ശീലം അതിപ്പോ ലോകത്ത് എല്ലാവർക്കും ഉള്ളതാണ്. അത് തനിക്ക് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്ന് നോക്കത്തില്ല. ഓസിന് ഒരു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യവും വാങ്ങിക്കും. അപ്പം തീർച്ചയായിട്ടും ഇപ്പൊ തമിഴ്നാട്ടിൽ കണ്ടില്ലേ, സൗജന്യത്തിന്റെ പെരുമഴയാണ്. സൗജന്യം കൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. പക്ഷെ അതിന് ശ്രീ CP ജോണ് അതങ്ങനെ അവരെ ആക്ഷേപിച്ചതൊന്നുമല്ല. ഇതിന്റെ ഉദ്ഘാടന സമയത്ത് ജൂൺ 15-നായിരുന്നല്ലോ ഈ പ്രിയദർശിനി യാത്ര ഉദ്ഘാടനം. അത് KSRTC തമ്പാനൂരിലെ സ്റ്റാൻഡിൽ വെച്ച് അന്ന് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, അവരോടുള്ള ആദരവാണ് എന്നാണ് പറഞ്ഞത് ഉദ്ഘാടന ചടങ്ങിൽ. ആ ചടങ്ങില് ഗതാഗത മന്ത്രി CP ജോണും ഉണ്ടായിരുന്നല്ലോ. CP ഒരിക്കലും അധിക്ഷേപിച്ച് വർത്താനം പറഞ്ഞാൽ, അധിക്ഷേപിച്ച് വർത്തമാനം പറഞ്ഞവരുണ്ടല്ലോ. ക്ഷേമ പെൻഷന് കൂട്ടിക്കൊടുത്തു, അതും വാങ്ങിച്ച് തിന്നിട്ട് നീ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കുത്തിക്കൊടുത്തില്ലേ എന്ന് ചോദിച്ച പിന്നെ CPM-ലെ ഭാഷാ വിദഗ്ധനാണല്ലോ MM മണി. അപ്പൊ ആ MM മണിയുടെ പ്രസ്താവനയെ അധികം കൊഴിപ്പിക്കാതെ ഇപ്പൊ CP ഇത് പറഞ്ഞതിനെ അത്ര കൊഴിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ CP പറഞ്ഞതിനകത്ത് വേറൊരു കാര്യമുണ്ട്. സൗജന്യ ബസ്സിൽ യാത്ര ചെയ്തിട്ട് പിന്നെ പോകുന്ന കുട്ടികൾ പഠിക്കുന്നത് എവിടെയാണ്? 5 സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള വരേണ്യവർഗ സ്കൂളുകളാണ്. അത് കേരളത്തിൽ അങ്ങനെ അത്തരത്തിൽ സ്കൂളുകളെ വളർത്തിയതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ 2 മുന്നണികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഈ സർക്കാർ സ്കൂളുകളെ മുഴുവൻ തൊലച്ചു കൊടുത്തില്ലേ? 2016 അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയന് ആ മെയ് മാസത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പിൻവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പൊതുവിദ്യാഭ്യാസ രംഗം സംശുദ്ധമാക്കും, പൊതുഗതാഗതം, പൊതുജന ആരോഗ്യം, ഇത് 3 കുത്തുവാള എടുത്തില്ലേ? പൊതുവിദ്യാഭ്യാസം പോലെ പൊതുഗതാഗതവും അതുപോലെ പൊതുജന ആരോഗ്യം തകർത്ത് തരിപ്പണമാക്കിയില്ലേ? അതിന് കൂട്ടിന് വീണായോർജിനെയും കൂടെ കിട്ടി നല്ല ഒരു കുട്ടിച്ചോറാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പൊതുവിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവരെ ആകെ ചെയ്തത് എന്താണെന്നറിയാമോ? കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുറെ സ്കൂളുകൾക്ക് കുറെ ആവശ്യമില്ലാത്ത കുട്ടികളില്ലെങ്കിലും കുറെ ബിൽഡിംഗ് അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. പുറമേ നോക്കുന്ന ഉടനെ വലിയ വളരെ കളറൊക്കെ അടിച്ച് ഗംഭീര സ്റ്റൈലൊക്കെ ആക്കി. അകത്ത് പഴയ ജാംബവാന്റെ കാലത്തുള്ള കമ്പ്യൂട്ടറുമാണ് ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഹൈടെക് ആക്കും എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് മന്ത്രി ശിവൻകുട്ടി എന്താണ് പറഞ്ഞത്? ഹൈവേയിലൂടെ പോകുന്നവരൊക്കെ, യാത്ര ചെയ്യുന്നവരെ അവിടെ ഇറങ്ങി ചോദിക്കുന്നുണ്ട്, ഇവിടെ സ്റ്റാർ ഹോട്ടലാണെന്ന് വിചാരിച്ച് ഇതിനകത്ത് ഇവിടെ റൂമുണ്ടോ താമസിക്കാൻ എന്ന് ചോദിക്കുന്നു. അത്ര പിന്നെ ഹൈടെക് ആക്കി ഒരു സ്റ്റാർ തുല്യമാക്കി മാറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ശിവൻകുട്ടി പറഞ്ഞ
പിന്നെ ഒരു പൊട്ടത്തരമാണ്, ഒരു തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ വാരിക്കോരി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കുട്ടികൾ എങ്ങോട്ട് പോയി എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവരുടെ മക്കളും കോട്ടും ടൈയും കെട്ടി സ്കൂളിൽ പോകുന്നതും ചുണ്ടിൽ നിന്ന് ഇംഗ്ലീഷ് വരുന്നതും കേൾക്കാനും അവർ ആഗ്രഹിക്കും. ഏത് മാതാപിതാക്കളും. ഈ ശിവൻകുട്ടിയുടെയും ഇവരുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് എവിടെയാണ്? വിദേശത്ത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ എത്രയോ പേരുടെ ഈ പിണറായി വിജയന്റെ മകൾ എവിടെയാണ് പഠിച്ചത്? അല്ലെങ്കിൽ മകൻ എവിടെയാണ് പഠിച്ചത്? ഈ AK ബാലന്റെ മക്കൾ എവിടെ പഠിച്ചത്? ഈ MA ബേബി എന്ന് പറയുന്ന വലിയ സൈദ്ധാന്തിക ആചാര്യനുണ്ടല്ലോ, മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്ന, കോവിഡിനെതിരെ സംസാരിച്ചു, കോവിഡ് പോലും MA ബേബിയുടെ വർത്തമാനം കേട്ടു പോയി എന്നാണ് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ മക്കൾ പഠിച്ചത് എവിടാണ് ആലോചിച്ച് നോക്ക്. അപ്പൊ എന്നിട്ട് ബാക്കി ഇവിടുത്തെ പാവം പിടിച്ചവരുടെ പിള്ളേരൊക്കെ പോയി ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സർക്കാർ സ്കൂളിൽ പഠിക്കണം എന്നുള്ളത്. ഇവിടെ ഈ വലിയ ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പുറമേ മാത്രമേ ഉള്ളൂ കേട്ടോ. അകത്തു വേണ്ട തരത്തിലുള്ള സൗകര്യങ്ങളില്ല. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ വേണ്ടത്ര യോഗ്യത പോലും ഇല്ല എന്നുള്ളതാണ്. പല ഈ കൂണ് മുളച്ചു വരുന്നത് പോലെയുള്ള അൺഎയ്ഡഡ് സ്കൂളുണ്ട്. ഇവർക്ക് വേണ്ടത്ര യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനും കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുള്ളത് എവിടെയാണ്? ഗവൺമെന്റ് സ്കൂളിൽ തന്നെ, ഗവൺമെന്റ് കോളേജുകളിലുമാണ്, അല്ലാതെ സ്വകാര്യ സ്കൂളുകളിലൊന്നും അല്ല. അത് ഇപ്പം നമ്മൾ ആശുപത്രി നോക്കിയാൽ നല്ല ഡോക്ടേഴ്സ് പ്രഗത്ഭന്മാരുള്ളത് കേരളത്തിലെ പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിലാണ്. മെഡിക്കൽ കോളേജിലൊക്കെ നോക്കിയാൽ പ്രഗത്ഭന്മാർ, അതിപ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് വിദേശത്തൊക്കെ പോയി പിന്നെ 1 കോടിയും 2 കോടിയും 5 കോടിയും ഒക്കെ മുടക്കി പൈസ പൂത്ത പണമുള്ളവന് അവന്റെ മക്കളെ ഡോക്ടറാക്കണമെന്നും പറഞ്ഞുള്ള ആഗ്രഹം മൂത്ത് വിട്ട് എടുത്തുകൊണ്ട് വരുന്ന ബിരുദത്തിലൂടെ ചികിത്സിക്കുന്നവരാണ് ഈ സ്വകാര്യ ആശുപത്രികളിലുള്ളത്. ഗവൺമെന്റ് ആശുപത്രിയിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റ് സംവിധാനം ശക്തിപ്പെടുത്തണം. സർക്കാർ സൗജന്യം കൊടുക്കുന്നുണ്ട്. ഈ പൊതുവിദ്യാഭ്യാസം സൗജന്യം കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നുമല്ല, അത് അവകാശപ്പെട്ടതാണ്. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സാർവത്രിക വിദ്യാഭ്യാസം അത് അവകാശപ്പെട്ടതാണ്. ഇത് ഔദാര്യം ഒന്നും അല്ല എന്ന് എല്ലാ വിദ്യാഭ്യാസ കമ്മീഷനിൽ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തരുത്. ശരിയാണ്, അങ്ങനെ ഈ വലിയ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിട്ടതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ പല സർക്കാരുകൾക്കും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അകത്ത് വലിയ സൗകര്യം ഒന്നും കാണത്തില്ല. പുറമേ അവർ വലിയ പോഷായിട്ടൊക്കെ ചെയ്തു വയ്ക്കും. പിന്നെ ഓരോരുത്തരുടെ വീടിന്റെ മുറ്റത്തും പോയി കുട്ടികളെ കളക്ട് ചെയ്യാൻ തരത്തിൽ ബസ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ കുട്ടികളെ കൂട്ടി, എന്നിട്ടോ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരു അൺഎയ്ഡഡ് സ്കൂൾ വാങ്ങിക്കുന്ന ഫീസ് ആയിരിക്കത്തില്ല കോഴിക്കോട്, എറണാകുളത്ത്. ഇതെല്ലാം 3 തരത്തിലായിരിക്കും. വായിൽ തോന്നുന്ന തരത്തിലാണ്. എന്നിട്ട് ചോദിച്ചാൽ പറയുന്നതാണ് ഇന്റർനാഷണൽ സ്കൂൾ എന്നൊക്കെയാണ് പറയുന്നത്. 2016 പിണറായി വിജയൻ പറഞ്ഞത് 140 നിയോജക മണ്ഡലങ്ങളിലും ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു ഹൈടെക് സ്കൂൾ കൊണ്ടുവരും. അങ്ങനെ 140 സ്കൂളുകൾ ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് കോഴിക്കോട് നടക്കാവിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഉണ്ട്. ഇതിന് അവിടെ കോഴിക്കോട് നോർത്തിലെ MLA ആയിരുന്ന പ്രദീപ് കുമാർ ഈ സ്കൂളിനെ ഹൈടെക് ആക്കി മാറ്റി. അത് എല്ലാ വാർത്തകളിലും ഒക്കെ ഉണ്ടായിരുന്നു, നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവിടെ കുട്ടികൾ കോട്ടും ടൈയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള വിദ്യാഭ്യാസമായിരുന്നു. അതൊരു മാതൃകയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെവിടെ പോയി? അത് നടപ്പിലാക്കിയിട്ടില്ല. എന്നിട്ട് തിരുവനന്തപുരത്തൊക്കെ ചിലയിടത്തൊക്കെ ഈ ചില ബസ് ഓടുന്നതാണ്. റഹീമിന്റെ ഫണ്ട് ഉപയോഗിച്ച് നൽകിയ വണ്ടി. റഹീമിന്റെ കുടുംബത്തിൽ തേങ്ങ വെട്ടിയ പൈസയാണോ ഇത്? ഓരോ MP-മാർക്കും അനുവദിക്കുന്നതാണ്. എന്നിട്ട് റഹീം ഞെളിഞ്ഞു നടക്കുകയാണ്, എന്റെ പിന്നെ ഫണ്ടിൽ നിന്നാണ്, ഇതുപോലെ UDF ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ CP ജോണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ CP ജോൺ അങ്ങനെ വഴിവിട്ട് പറയുന്ന ഒരാളൊന്നുമല്ല. CP ജോൺ ഉദ്ദേശിച്ചത് സാർ, ഈ KSRTC-യിൽ ഇപ്പം ഇതേപോലെ സ്ത്രീകൾ തള്ളിക്കയറുകയാണെങ്കിൽ ഇതൊരു സാമ്പത്തിക ബാധ്യത എന്താണെങ്കിലും വരുമല്ലോ. അപ്പൊ അതിനെന്താണ് എന്ത് ചെയ്യാൻ പറ്റും ഇനി? അത് കാര്യം വെച്ചാൽ എന്തെങ്കിലും പാവപ്പെട്ട സ്ത്രീകൾ വരുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ റേഷൻ കാർഡ് പോലെ അങ്ങനത്തെ ഒരു കാർഡ് കാണിക്കുവോ? അതൊക്കെ ഇവര് നേരത്തെ ആലോചിക്കണമായിരുന്നു. അതിനൊരു ക്രൈറ്റീരിയ
വെക്കണമായിരുന്നു. അത് ഒരു ക്രൈറ്റീരിയ ഇല്ല. അത് ലക്കും ലഗാനും ഇല്ലാതെ ഒരു വെളിവില്ലാതെ വന്ന് ഈ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞിട്ട് പോയ ഒരു സംഭവമാണിത്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ് അധികാരത്തിലും വന്നു, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് സൗജന്യം എന്നുള്ള രീതിയിൽ നടക്കണം, പൊതുവിദ്യാഭ്യാസവും നന്നാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.